ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ വർക്ക്, ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണ്, വെറുതെ തള്ളു മാത്രമല്ല. അപ്പൊ അത് ശരിക്കും ഇതിന്റെ പിന്നിലുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ അവരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഫൈറ്റ്സ് എല്ലാം സൂപ്പർബായിരുന്നു. കാരണം ഒരുപാട് ഭയങ്കര സംഭവമാക്കി ചെയ്തിരിക്കുകയല്ല, എങ്കിലും ആ മൊമെന്റിൽ വേണ്ടുന്ന ഒരു അപ്പീല് അത് നന്നായിട്ട് ആ ഫൈറ്റ് സീക്വൻസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ആവുമ്പോഴാണ് ഒരു സീൻ അങ്ങോട്ട് എലിവേറ്റ് ആവുന്നത്. പുതിയ മ്യൂസിക് ഡയറക്ടറാണ്, അങ്ങനെ കേട്ടിട്ടുള്ള ഒരു പേരൊന്നും അല്ല, പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഓഡിയോ സ്കോർ ഒന്നും അല്ലത്. പിന്നെ ഓഫ് കോഴ്സ് രാധാകൃഷ്ണന്റെ ഒക്കെ സൗണ്ട് മിക്സിങ്ങും സൗണ്ട് ഡിസൈൻ ഏരിയയിലൊക്കെ എക്സ്പേർട്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയും നന്നായിട്ട് അറിയാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമേ ഒരു ചെറിയ നിരാശ തോന്നിയത് ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഡ്രീം തിയേറ്ററിൽ ഏറ്റവും ഫ്രണ്ടിലാണ് വന്നിരുന്ന് കാണേണ്ടി വന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് വലിയ സ്ക്രീനിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്റർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും ആ ഫ്രണ്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വ്യൂയിങ് ആംഗിൾ അത്രത്തോളം ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല.